നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ യദുകുലനാശ്യം വരികൾ സഹിതം തുടരുന്നു. മാധവ, മമ പാപം കൊണ്ടു ഞാനറിയാതെ ചെയ്ത അപരാധം സർവം ക്ഷമയ്ക്ക കൃപാംബുധി. വേദാവാദികളാലെ വന്ധ്യം ത്വൽപാദമല്ലോ. ബോധത്തെ നൽകുന്നതും തൽപാദാംബുജമല്ലൂ. ഉത്തമ ശ്ലോകനായിട്ടിരിക്കും ഭഗവാനേ. ചിത്തത്തിൽ തവ പദധ്യാനേന നിർക്കൾക്കെല്ലാം സർവകൽമഷങ്ങളും അജ്ഞാനങ്ങളും നീക്കുമിപ്പാദം ഭഗവാനേ. പൊറുത്തുകൊള്ളേണമേ. സർവകൽമഷം പോക്കി വൈകുണ്ഠപദം നൽകും നിർവാണപ്രദാനിങ്കൽ മൃഗലുപ്തകനകം ബോധമെന്നിയെ ചെയ്തോരപരാധത്തെ ക്ഷമിച്ചാദിനാശ വിഷ്ണു പൊറുത്തുകൊള്ളേണമേ. ഞാനിതിക്രമമിത്തരം ചെയ്തു പോയേൻ നിന്തിരുവടിയുടെ ആത്മയോഗത്തിൻ വൃത്തം. ഞാനതിക്രമമിത്തരം ചെയ്തു പോയേൻ നിന്തിരുവടിയുടെ ആത്മയോഗത്തിൻ വൃത്തം. ശിവനം ബ്രഹ്മവാദിയായോരുമറിവേല കേവലമേവം മായ തന്നിലുത്ഭൂതനായിട്ട ജ്ഞാനിയായ ഞാനിന്നിതിനെന്തോന്നു വേണ്ടു. വിജ്ഞാനമൂർത്തി അരുൾ ചെയ്തു രക്ഷിക്കയെന്നു കാട്ടാളവാക്യം കേട്ട നേരത്തു നാരായണൻ കാട്ടാളോ ഉത്തിഷ്ഠ, നീയും എന്നെ ചെയ്ത മൂലം എന്നുടയ അനുഗ്രഹ സുഹൃത്തികൾക്കങ്ങുള്ള വിണ്ണവർപദമാകും സ്വർഗത്തിൽ പോക വേഗം എന്നരുൾ ചെയ്ത നേരം ഭഗവൽ പാദേ വീണു നന്നായി കൂപ്പി. പിന്നെ സ്വർഗത്തിൽ വിമാനേന തന്നുടെ ദേഹത്തോടു കാട്ടാളൻ ദിവം പൊക്കാൻ. ദാരുകൻ ഭഗവാനെ തേരുമായി അന്വേഷിച്ചു പാരാതെ നടക്കുമ്പോൾ തുളസി ഗന്ധമോർത്തിട്ടറിഞ്ഞോ ഭഗവാനെ കണ്ട വിമുഖനായിട്ടരയാലിന്റെ മൂലെ ശംഖചക്രാതിപ്രഭം ചതുർഭാഗുക്കളോടും വസിക്കും ശ്രീപതിയെ കൗതുകമോടു കണ്ടു തേരവിടത്തിൽ നിർത്തി ബാഷ്പലോചനായി ഭഗവൽ പാദങ്ങളിൽ നമിച്ചിട്ടാദരേണ ദാരുകനുണർത്തിച്ചു. ഭഗവൻ തവ ചരണാംബുജം കണ്ടിടാതെ അധുന രചനയിൽ അന്ധകാരത്തിൽ പെട്ടു കണ്ണു കാണാതെ ദിശ തന്നെയുമറിയാതെ നിർണയഗീനം ശാന്തി തന്നെയുമറിയാതെ ചന്ദ്രനില്ലാതെ രാത്രിയിങ്കലെന്നതുപോലെ ചന്ദ്രനില്ലാതെ രാത്രിയിങ്കലെന്നതുപോലെ ഒന്നുമേ അറിയാതെ ഭവിച്ചീനടിയനും. ഇങ്ങനെ സൂതൻ പറഞ്ഞിരിക്കും നേരത്തിങ്കൽ നിന്നേടം താർഷ്യാങ്കിത ധ്വജമാമൃതമതും ഭയങ്ങളോടും കൂടെ പോയതു വിഷ്ണുപദേ. അതിവിസ്മൃതനായി ദാരുകൻ നോക്കി നിന്നാൻ
ദാരുകനായ സൂതൻ തന്നോടു കൃഷ്ണൻ ചൊന്നാൻ, ദ്വാരകാപുരി തന്നിൽ വേഗേന ചെന്നു നീയും ബന്ധുക്കൾ പുത്രന്മാരും അന്യോന്യം രണം ചെയ്തു സിദ്ധിയെ പ്രാപിച്ചതും രാമൻ തൻ മരണവും എന്നുടേ അവസ്ഥയുമൊക്കവേ പറയണം. ഇനി ദ്വാരക തന്നിലിരിപ്പാൻ യോഗ്യമല്ല എന്നതും എന്നാൽ വ്യക്തമാകിയ യദുപുരി വന്നിപ്പോൾ സമുദ്രവും മുക്കുമെന്നതും ചൊൽക. തങ്ങൾ തങ്ങൾക്കുള്ളൊരു കളത്രാദികൾ ഒന്നിച്ചു വേഗത്തിൽ അർജുനനും ഒരുമിച്ചോ ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്ന് വസിപ്പാൻ പോകവേണം. നീ എന്റെ ധർമ്മത്തെയും കൈക്കൊണ്ടോ ജ്ഞാനനിഷ്ഠനായെന്റെ മായാരചിതത്തെയും അറിഞ്ഞിട്ടു പരമപദം പ്രാപിച്ചിടുക എന്നിങ്ങനെ അരുളി ചെയ്ത ഭഗവാനുടെ പാദത്തിങ്കൽ വീണുടൻ നമസ്കരിച്ചൻപോടു പ്രദക്ഷിണം നന്നായി ചെയ്തു തൊഴുതങ്ങനെ ദാരുകനും ഭഗവാൻ അരുൾ ചെയ്ത വാർത്തയും ചിത്തി വച്ചു ദീനഭാവേന ചെന്നു ദ്വാരക പൊക്കു. പിന്നെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരോ ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ അടുത്ത ഭാഗം സ്വർഗാരോഹണം വരികൾ സഹിതം തുടരും നാളെ. നമസ്തേ.